ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തെങ്ങോട് എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും ഫെമിലിയർ ആണ്. തെങ്ങോട് നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറി വികാസവാണി എന്നുള്ള സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലുള്ള സ്റ്റാഫിനൊക്കെ ആണെങ്കിലും ഏത് ഭാഗത്ത് ഇടപ്പള്ളിയിലേക്ക് എത്തണമെങ്കിലും എറണാകുളത്തേക്കും എല്ലാം നിമിഷ നേരം കൊണ്ട് എത്താവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാട് തെങ്ങോടിനടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്നും ഓരോ സ്ഥലത്തേക്കുള്ള ദൂരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എലവേഷൻ, ഈ റോഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കി വരാം. ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കാണ് ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്നത്. 6 കിലോമീറ്റർ ഇവിടുന്ന് ട്രാവൽ ചെയ്താൽ ഇൻഫോ പാർക്കിലേക്ക് എത്താവുന്നതാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകണ്ടെങ്കിൽ വെറും 19 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാവുന്നതാണ്. ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെയാണ് പോകണ്ടെങ്കിൽ 8 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് ഇടപ്പള്ളിയിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. അപ്പൊ തെങ്ങോട് നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. തെങ്ങോട് ഭാഗത്ത് വികാസവാണി ഇൻഫോ പാർക്കിനടുത്തേക്ക് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നത് കൊണ്ട് ആ ഒരു ഭാഗങ്ങളിൽ വീട് അന്വേഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വീടാണ് നിങ്ങളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വില്ല പ്രൊജക്റ്റ് ആണ്. അപ്പോൾ വില്ല പ്രൊജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. 9 വില്ലകളാണ് ഈ കാണുന്ന ഒരു പ്രൊജക്റ്റിനകത്ത് വരുന്നത്. അതിനകത്ത് പല വില്ലകളും അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഒരു 3 വീടുകളോളം നമുക്കിവിടെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 3 വീടുകൾ നമുക്ക് സെയിലിനുള്ളതാണ്. ലാൻഡ് കൂടിയത് വേണമെങ്കിലും ലാൻഡ് കുറഞ്ഞത് വേണമെങ്കിലും ഏത് ലാൻഡ് അളവുകളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീടുകൾ മാർബിൾ ഹോംസിലൂടെ അവൈലബിൾ ആണ്. ഈ വില്ലകളിലേക്കുള്ള വഴി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ആ മെയിൻ റോഡ്, ടാർ റോഡ് കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്ക് ഈ ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ച വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ഈ വീടിന്റെ മതിലിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം. മതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റൈൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പില്ലേഴ്സിലെല്ലാം തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. അതുകൂടാതെ സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ കാണുന്ന വീടിന്റെ മതിൽ ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിലായിട്ടൊക്കെ നിങ്ങൾക്ക് ഭംഗിയുള്ള 2 ഷോ ലൈറ്റ് വെച്ചിരിക്കുന്നത് കാണാം. വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിലുള്ള ടെക്സ്റ്റൈൽ വർക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വീട് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള എലിവേഷനോട് കൂടിയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ പോർച്ച് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വിസിബിൾ ആണ്. നല്ല ഭംഗിയായിട്ടൊരു വലിയ പോർച്ച് വരെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പോളി കാർബൺ ഷീറ്റ് ഇട്ടിട്ടാണ് കാർ പോർച്ച് കവർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിനകത്തേക്ക് വരുന്ന സമയത്ത് മെയിൻ ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും മറ്റേ ഒരു സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ഇതിന്റെ ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കിട്ടുന്നത്. ഒരു വാഹനം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ആ കാണുന്ന ഭാഗത്ത് മറ്റൊരു കാറും, ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. വീടിനകത്ത് കയറിയതിനു ശേഷം നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആയിട്ട് വാട്ടറിന്റെ ഒരു മീറ്റർ കാണാം. ഈ വീട്ടിൽ നമുക്ക് വെള്ളത്തിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് KWയുടെ വാട്ടർ ഉണ്ട്, അതുകൂടാതെ നമുക്കൊരു കിണറുണ്ട്. അപ്പൊ 2 തരത്തിലുള്ള വാട്ടർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ പോകുന്ന വഴിയിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ മോട്ടർ കാണാം. CRIയുടെ ആണ് ഇവിടുത്തെ മോട്ടർ വന്നിട്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് പോകുന്ന വഴി കംപ്ലീറ്റ് ആയിട്ട് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ടൈല് വിരിച്ച് വളരെ നീറ്റ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു അലക്ക് കല്ല് വിസിബിൾ ആണ്. അതിനുശേഷം ഈ ഒരു ഭാഗം വന്ന് നമ്മൾ നിൽക്കുന്നത് വർക്ക് ഏരിയയുടെ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ സ്പേസ് മാത്രമല്ല, അതിന് നേരെ മുകളിലേക്ക് നോക്കിയാൽ കാണാം ബാക്കി എക്സ്ട്രാ വരുന്ന സ്പേസ് കൂടി റൂഫിംഗ് ചെയ്ത് സൈഡെല്ലാം കവർ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഒരു റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വീടിന്റെ റൈറ്റ് സൈഡ് ബാക്കിലേക്ക് പോകാനുള്ള വഴി വരുന്നത്. വീട് ചെയ്തിരിക്കുന്നത് മിഡിലായിട്ടാണ്. സൈഡിലും ബാക്കിലും ഒക്കെ നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വഴി ചെന്ന് എൻഡ് ചെയ്യുന്നതും വർക്ക് ഏരിയയുടെ മറ്റൊരു ഡോറിലേക്കാണ്. അപ്പൊ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള 2 ഡോറുകൾ ചെന്ന് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇനിയിപ്പോ നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു പില്ലർ നിങ്ങൾക്ക് കണ്ടറിയാം, ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഒരു ചെറിയ ഒതുങ്ങിയ സിറ്റ് ഔട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് വീടിന്റെ മെയിൻ ഡോർ ആണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഡോർ വരുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ കാണുന്ന ഡോർ ചെയ്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഞാൻ പറഞ്ഞു ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇവിടുത്തെ വുഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസും കേബിളൊക്കെ വന്നിട്ടാണെങ്കിൽ വി ഗാർഡിന്റെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നേരെ താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഫ്ലോറിംഗ് കാണാം. കജാരിയയുടെ നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്.
ഓഫ് വൈറ്റ് ഷെയ്ഡിലെ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV വെക്കാനുള്ള സ്പേസ് ആണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അറിയാം, വളരെ ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ അത് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണെന്നേ തോന്നും. ആക്ച്വലി അതൊരു വാൾപേപ്പർ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് TV വെക്കാനായിട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെറിയ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നേരെ വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് വിൻഡോ കിട്ടുന്നുണ്ട്. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആ ഭാഗത്തായിട്ട് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം വുഡൻ പാനലിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ LED സ്ട്രിപ്സും LED ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇതിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും നമുക്ക് ഇവിടെ ഫാൻ ഫിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. എൻട്രൻസ് നോക്കിയാൽ കാണാം മുകളിൽ CNC കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഭംഗിയായിട്ടുള്ള വുഡൻ വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകളൊക്കെ കൊണ്ട് സേഫ് ആയിട്ടാണ് ലാസ്റ്റ് എൻഡ് വരെ സ്റ്റെയർ കേസ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വലിയൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 വിൻഡോസ് കാണാം. അത് കൂടാതെ നമുക്ക് സ്റ്റെയർ കേസിന്റെ താഴെ വരുന്ന ഭാഗമാണെങ്കിലും ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരു റൂഫിൽ നോക്കിയാലും നല്ല രീതിയിൽ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെ തന്നെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ വാഷ് ഏരിയയാണ്. വാഷ് ഏരിയ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ഈ ഒരു ഭാഗം എല്ലാം ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസും താഴെയെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം കബോർഡ് സ്പേസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം ഡോർ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മൾട്ടിവുഡിലാണ് അതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീട്ടിൽ നമുക്ക് 4 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. 2 എണ്ണം താഴത്തും 2 എണ്ണം മുകളിലുമായിട്ടാണ് വരുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ഭാഗം നിങ്ങൾക്കറിയാം, ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ഇവിടേക്കാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് പോകുന്നത്. ഈ ഭാഗത്തായിട്ട് കാണുന്നത് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിന്റെ ഒരു ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു മെറൂൺ ഷെയ്ഡുള്ള പെയിന്റ് ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നത് 13x10 ഫീറ്റ് ആണ്. 13x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ഇവിടെ 3 വിൻഡോസും അവിടെ ഒരു സിംഗിൾ വിൻഡോയുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആ വാർഡ്രോബിന്റെ മിഡിലായിട്ട് നമുക്കൊരു വിൻഡോ കിട്ടുന്നുണ്ട്. അതിന്റെ സൈഡിലായിട്ടും ഒരു വിൻഡോ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി ഓൾറെഡി ഒരു മിറർ കൂടി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വാർഡ്രോബിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ അവിടെ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന കാണാം. അപ്പൊ ഈ ഒരു റൂം നമുക്ക് എയർ കണ്ടീഷൻഡ് ആയിട്ട് തന്നെയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം അത്യാവശ്യത്തിനുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റൂമിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന കുറച്ച് ഡെപ്തിലാണ് ഈ കാണുന്ന ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. സെറയുടെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിൽ കുറച്ച് ഡിസൈൻ ഒക്കെ വരുന്ന ടൈലുകളാണ് വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ താഴത്തെ ഒരു ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മൾ വാഷ് ബേസിനും കണ്ടത്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് താഴത്തെ ഫ്ലോറിലുള്ള 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14x10 14x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോയിൽ വിസിബിൾ ആണ്. നല്ല രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും എല്ലാം ഈ ഒരു റൂമിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. വാർഡ്രോബ് വെച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് റൂമിൽ നല്ല സ്പേസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മൾട്ടിവുഡിൽ സെയിം ഡിസൈൻ ഉള്ള വാർഡ്രോബ് തന്നെയാണ് ചെയ്യുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുവാണെങ്കിൽ ടൈലുകളുടെ കളറിൽ ഒരു ചെറിയ കളർ കോമ്പിനേഷൻസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു യെല്ലോ കളറിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്നൊരു ടൈലും താഴെയാണെങ്കിൽ ഗ്രേ കളറിലൊരു ടൈലും ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ വന്നിട്ട് നമുക്ക് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ഇഷ്ടമല്ലാത്തവർക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഫെസിലിറ്റി കൂടി അവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഈ ഒരു വലിയൊരു ഡോർ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി മൾട്ടിവുഡിലാണ്. മുകളിലൊക്കെ ആയിട്ട് CNC കട്ടിങ്ങിന്റെ ആ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്.
ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ കൗണ്ടർ വരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഹാങ്ങിങ് ലൈറ്റ് ഒരെണ്ണം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്രോക്കറി ഐറ്റംസും ഫ്ലവേഴ്സും ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്കൊരു 3 or 4 ആളുകൾക്ക് ഇവിടെ നിന്ന് മാനേജ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ ഈ ഒരു പാർട്ടീഷൻ നിങ്ങൾ കണ്ടിരുന്നു. അതിനകത്തുള്ള ഭാഗം നോക്കുവാണെങ്കിലും കാണാം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ സൂക്ഷിച്ചു വെക്കാനുള്ള നല്ല ഷെൽഫ് ഫെസിലിറ്റിയാണ് ഈ കാണുന്ന മൾട്ടിവുഡിന്റെ ഈ ഒരു എൻട്രൻസിൽ നമുക്ക് കിട്ടുന്നത്. ഓൾറെഡി ഇവിടെ ഒരു ഫാബറിന്റെ ചിമ്മണി ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം നോക്കുവാണെങ്കിൽ മനസ്സിലാകും ഒരു വൈറ്റ് ആൻഡ് വുഡ് ഷെയ്ഡ് തന്നെയാണ് ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിൽ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് സിങ്ക് വിത്ത് 2 പൈപ്പ് കണക്ഷൻസ് കാണാം. കിച്ചണിൽ നമുക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ഭാഗത്തായിട്ടാണ് 2 വിൻഡോസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം വന്നിട്ട് ഒരു ടൈല് നോക്കുവാണെങ്കിലും ഈ സെയിം തന്നെ കളർ കോമ്പിനേഷൻസ് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈല് തന്നെയാണ് സറൗണ്ടിങ് ഏരിയാസിലെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമുക്ക് തുറക്കുന്ന ഒരു ഡോറ് നേരെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് പുറത്തുനിന്ന് വന്ന സമയത്ത് ഓൾറെഡി ഇവിടുത്തെ വർക്ക് ഏരിയ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു പുറത്തു നിന്ന്. വർക്ക് ഏരിയയുടെ അകത്തുള്ള സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 2 സൈഡിലും ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിലും സൈഡിലുള്ള എല്ലാ കടന്ന് സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള ഏരിയകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കത് കൂടാതെ അവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ അവിടെയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് നമുക്ക് നല്ല സ്പേസ് ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ ആണെന്നുണ്ടെങ്കിലും വർക്ക് ഏരിയ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലത്തെ ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വന്ന വഴിയുടെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ട് കുറച്ച് ഓപ്പണിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പെർഗോള മോഡലിൽ ഗ്ലാസ് ഇട്ടിട്ടാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. അതിൽ കാണുന്ന ഓരോ സ്പേസിലും നമുക്ക് LED ലൈറ്റുകളാണ് ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഇവിടെ വരെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹാളാണ് ഇവിടെ കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഹാളിൽ നോക്കിയാൽ കാണാം നമുക്ക് സ്റ്റഡി പർപ്പസിന് അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലൊരു സ്പേസ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായിട്ട് 2 ഷെൽഫ് ഫെസിലിറ്റി കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മുകളിലത്തെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം ഹെവി ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും അതുപോലെ ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ തന്നെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിലും ഓൾറെഡി ഒരു ഫാൻ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്പേസ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയും നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ TV യൂണിറ്റ് നോക്കുവാണെങ്കിൽ കാണാം നമുക്ക് താഴെ കണ്ട സെയിം TV യൂണിറ്റിന്റെ മോഡൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മൾട്ടിവുഡിൽ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികളും അറേഞ്ച്മെന്റ്സും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ഫീറ്റിലും ലാൻഡ് അളവിലൊക്കെയാണ്. അപ്പൊ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്നാൽ മാത്രമാണ് ഇതിന്റെ റേറ്റോ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നിന്ന ഈ ലിവിംഗ് സ്പേസിന്റെ ഇവിടെ ഒരു ഡോറ് കാണാം. ഇത് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഷേപ്പിലാണ് ഇവിടുത്തെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ കാണുന്ന ടെക്സ്ചർ വർക്കോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് അതിനകത്തെല്ലാം ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ലുക്ക് കാണാം. ഇവിടെ 9 വില്ലകളാണ് ഏകദേശം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 വില്ലകളുടെ വർക്ക് ഓൾറെഡി കഴിഞ്ഞ് സെയിലിന് റെഡിയായി നിൽക്കുകയാണ്. ബാക്കിയുള്ള 6 വില്ലകളുടെ വർക്കുകളാണ് അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്നത്. ഇതുപോലെ വില്ല പ്രൊജക്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതും കാക്കനാട്, നമുക്ക് ഏകദേശം പ്രോപ്പർ കാക്കനാടാണെന്ന് തന്നെ പറയാം ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലെ സ്റ്റാഫിനൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുകളിൽ 3 പ്രൈസ് കാറ്റഗറികളിലൊക്കെ ആയിട്ടാണ് ഈ വീടുകളുള്ളത്. അപ്പോൾ ഈ വില്ലകൾ ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിലത്തെ നിലയിൽ കാണുന്ന ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x10 ഫീറ്റ് 13x10 ഫീറ്റിലായിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ 2 സ്ഥലത്തായിട്ട് ഈ വാർഡ്രോബിന്റെ ആ ഒരു ഭാഗത്തും ഇവിടെയായിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തായിട്ട് മിറർ ഫെസിലിറ്റി കൂടി ലഭിക്കുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ ഓൾറെഡി അറേഞ്ച്ഡ് ആണ്.
അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ നമ്മൾ താഴെ കണ്ട സെയിം ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ചെറിയ ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ തന്നെയാണ് മെയിൻ ആയിട്ട് കോമ്പിനേഷൻ കളേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും നമ്മൾ വരുന്നത് ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 14x10 ഫീറ്റിൽ 14x10 ഫീറ്റിലാണ് ഈ കാണുന്ന ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസ് നമുക്ക് കാണാം. ഇവിടെയായിട്ട് 3 വിൻഡോസും ആണ് കിട്ടുന്നത്. വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു സെയിം കളർ കോമ്പിനേഷനിലൊക്കെ തന്നെയാണ് മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലാണെങ്കിൽ ഒരുപാട് വർക്കുകൾ ചെയ്യാതെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. അവിടേക്ക് നോക്കുമ്പോൾ ഡോറുകളെല്ലാം സെയിം തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് നോക്കുവാണെങ്കിലും ആ ഒരു ടൈലുകളുടെ കളർ കോമ്പിനേഷനും എല്ലാം സെയിം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോറ് കാണാം. ഇത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തെങ്ങോടിനടുത്തായിട്ടാണ്. തെങ്ങോട് ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. 9ഓളം വില്ലകളാണ് ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 3 വില്ലകളുടെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. 3 എണ്ണവും സെയിലിനായിട്ടാണ് ഉള്ളത്. ഇന്ന് പരിചയപ്പെട്ട ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4.1 സെന്റാണ് ലാൻഡ് വരുന്നത്. 4.1 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 2150 ആണ് വരുന്നത്. 2150 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമുക്ക് ഇവിടെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് ഇവിടെ ഒരു വെല്ലുണ്ട്, ഒരു കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള സാധനങ്ങളും ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 95 lakhs ആണ്. 95 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലാൻഡ് അളവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ടടുത്തുള്ള വില്ല അവൈലബിൾ ആണ്. കുറച്ചും കൂടെ പ്രൈസ് കുറച്ചും കൂടെ കംഫർട്ടായ രീതിയിൽ വേറൊരു വില്ല കൂടി തൊട്ടടുത്തുണ്ട്. അപ്പൊ ഏകദേശം ലാൻഡിന്റെ അളവും സ്ക്വയർ ഫീറ്റും ഒക്കെ അനുസരിച്ചാണ് വില്ലകളുടെ റേറ്റിൽ വ്യത്യാസം വരുന്നത്. അപ്പം ഏതെങ്കിലുമൊക്കെ വില്ലകൾ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. മാർബിൾ ഹോംസിന്റെ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസോട് കൂടിയിട്ട് ഈ കാണുന്ന വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ലോൺ ഫെസിലിറ്റി വേണ്ടവർക്ക് തീർച്ചയായിട്ടും അതുകൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളൊക്കെ ഇനിയും അറിയണമെങ്കിൽ മാർബിൾ ഹോംസ് എന്നുള്ള ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രസന്റേഷനിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളോട് ഏൽപ്പിക്കണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ഭംഗിയുള്ള വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.